എന്ന് പറഞ്ഞവർ ഇന്നത്തെ ലേഖനഭാഗത്തില് യോഹന്നാൻ നമ്മളോട് പറയുകയാണ് ദൈവം സ്നേഹമാണ്. അത് വലിയൊരു കൽപ്പനയായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതാണ്. യോഹന്നാനിലൂടെ ദൈവം നമ്മളോട് നമുക്ക് വെളിപ്പെടുത്തുകയാണ് ദൈവം സ്നേഹമാണ്. നമ്മള് ദൈവത്തിന്റെ ശിഷ്യന്മാരാണെങ്കിൽ നമ്മൾ പരസ്പരം സ്നേഹിക്കണമെന്ന് യോഹന്നാനിലൂടെ ഈശോ പറഞ്ഞു വെക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ ഒരുവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാനായിട്ട് സാധിക്കില്ല. എന്നിട്ട് ആദ്യത്തെ വചനം തന്നെ യോഹന്നാൻ പറയുന്നത് ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പക്ഷെ നമ്മൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ പൂർണ്ണമാകുന്നു എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ യോഹന്നാനിലൂടെ ദൈവം നമ്മളോട് പറഞ്ഞു വെക്കുകയാണ് കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ നിനക്ക് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അതിലൂടെ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പ്രതിഫലനം എന്നോണം നിന്റെ സഹോദരൻ എന്ന് പറഞ്ഞാൽ സ്വന്തം രക്തബന്ധത്തിലുള്ള സഹോദരൻ എന്നല്ല ഉദ്ദേശിക്കുന്ന, മറിച്ച് നമ്മുടെ ചുറ്റുമുള്ളവരെയും സ്നേഹിക്കണമെന്ന് ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഇന്നത്തെ വചനഭാഗത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, ഒരാൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്യുന്നെങ്കിൽ അവൻ കള്ളം പറയുന്നു എന്ന് പറയുകയാണ്. കാരണം എന്താണ്? കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ ഒരിക്കലും ഇതിന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ നമ്മൾ ഇന്നത്തെ വചനഭാഗങ്ങൾ വായിച്ചു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രകാരമാണ് നമ്മുടെ ഭക്തി അതിന്റെ പൂർണ്ണതയിൽ എത്തേണ്ടത് ചുറ്റുമുള്ള ആളുകളെ സ്നേഹിക്കുന്നതിലൂടെയാണ്. അല്ലെ, നമ്മുടെ ഭക്തി അല്ലാതെ എന്റെ പൂർണ്ണതയിൽ എത്തുകയില്ല എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇന്നത്തെ ലേഖനഭാഗം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളവരെ നമ്മെ കൊണ്ടാകുന്ന രീതിയിൽ സ്നേഹിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.